കഴിഞ്ഞ ദിവസം എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നെത്തിയ ചില ചിത്രങ്ങളാണ് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടത്. ആരാധകർ ഏറ്റെടുത്ത ചില ചിത്രങ്ങൾ എത്തുകയും ചെയ്തു. കേരളത്തിലാണല്ലോ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന എമ്പുരാന്റെ ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റും പ്രേക്ഷകർ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. സിനിമയുടെ ചിത്രീകരണം തിരുവനന്തപുരത്ത് നടക്കുകയാണ്. അപ്പോഴാണ് സിനിമയുടെ പുതിയ ചിത്രം സൈബർ എടുത്ത് വൈറലായി മാറുന്നതും. നടൻ ബൈജു, ഇന്ദ്രജിത്ത്, പൃഥ്വിരാജ്, മുരളി ഗോപി എന്നിവർ ഒന്നിച്ചു നിൽക്കുന്ന ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ ഇതിൽ ഒരു രസകരമായ സംഭവം നടന്നു എന്നതാണ് മറ്റൊരു ഗംഭീര കാര്യം. ലൂസിഫറിലെ മുരുകൻ എന്ന രാഷ്ട്രീയക്കാരനായിട്ടാണ് ബൈജു എത്തിയത്. ബൈജുവിന്റെ എമ്പുരാനിലെ ഒരു ഡയലോഗ് ഉണ്ട്, ഒരു മര്യാദയൊക്കെ വേണ്ടിടേ എന്നത്. അത് വീണ്ടും ആവർത്തിക്കായിരുന്നു ഈ ചിത്രം സോഷ്യൽ മീഡിയയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ. അതിനൊപ്പമാണ് രസകരമായ ഒരു കാര്യം നടന്നിരിക്കുന്നത്. ബൈജു സന്തോഷ് തന്നെയാണ് ഈ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതിനൊപ്പം തന്നെ ഈ ചിത്രത്തിൽ ബൈജുവിനൊപ്പം അതേ രീതിയിലുള്ള ഒരു കഥാപാത്രം അവതരിപ്പിച്ച ആളായിരുന്നു കലാഭവൻ ഷാജോൺ. എന്നാൽ ഒരു മുഴുനീള കഥാപാത്രമായിരുന്നു മോഹൻലാലിനൊപ്പം തന്നെ നിന്ന്. എന്നാൽ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രം. എന്താണ് ഷാജോൺ അവതരിപ്പിച്ച കഥാപാത്രത്തിന് സംഭവിച്ചത് എന്നൊക്കെ അറിയാം. ബൈജു ഈ ഫോട്ടോ പങ്കുവച്ചപ്പോൾ കലാഭവൻ ഷാജോന്റെ ഒരു കമന്റ് ആ പോസ്റ്റിന് കിട്ടുകയുണ്ടായി. ദുഷ്ട, എന്നെ വെടിവെച്ച് കൊന്നിട്ട് നിന്ന് ചിരിക്കുകയാണോ എന്നായിരുന്നു രസകരമായ കമന്റ്. തൊട്ടു പിന്നാലെ ആരാധകരും എത്തി അതിന് മറിച്ച് കമന്റുമായി. എന്തിനാ ഒറ്റിയത്, അതുകൊണ്ടല്ലേ എന്നതായിരുന്നു മറ്റു ചിലർ കമന്റുമായി എത്തിയത്. അങ്ങനെ ഈ കമന്റ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയും ആ കമന്റ് പിൻ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ബൈജു അതിന് മറുപടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ കമന്റിനും വന്ന മറുപടിയും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ സ്ക്രീൻഷോട്ടൊക്കെ പങ്കുവച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയതും വലിയ കൗതുകം സൃഷ്ടിച്ചു. നേരത്തെ എമ്പുരാൻ ഈ വർഷം അവസാനം അല്ലെങ്കിൽ 2025 ജനുവരിയിൽ റിലീസ് ചെയ്യുന്നതിനായാണ് അണിയറ പ്രവർത്തകർ ശ്രമിക്കുന്നത് എന്ന് മോഹൻലാൽ വ്യക്തമാക്കിയിരുന്നു. 2019 ലൂസിഫർ വിജയത്തിന് ശേഷം പ്രഖ്യാപിക്കപ്പെട്ട സിനിമ മലയാളത്തിന് പുറമെ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിലും പ്രദർശനത്തിന് എത്തും. ആശ്വാസ് സിനിമാസിനൊപ്പം തമിഴിലെ പ്രമുഖ നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് നിർമ്മാണം. ലൂസിഫറിലെ പ്രധാന താരങ്ങളായ ടൊവിനോ തോമസ്, മഞ്ജു വാര്യർ, ബൈജു സന്തോഷ്, ഫാസിൽ തുടങ്ങിയവരും രണ്ടാം ഭാഗത്തിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ചിത്രത്തിൽ മലയാളത്തിന്റെ പ്രിയ താരമായ സുരാജ് വെഞ്ഞാറമ്മൂടും ഷൈൻ ടോം ചാക്കോയും ഷറഫുദ്ദീനും ഒക്കെ ഉണ്ടാകുമെന്നും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ടർബോയ്ക്ക് ശേഷം മലയാള സിനിമയിലേക്ക് 2 ഗംഭീര സിനിമകൾ കൂടി എത്തിയിരിക്കുകയാണ്. രണ്ടിനും മികച്ച അഭിപ്രായമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആസിഫ് അലിയും ബിജു മേനോനും ഒരുമിച്ചെത്തിയ തലവൻ എന്ന ചിത്രം ഗംഭീര അഭിപ്രായമാണ് നേടിയിരിക്കുന്നത്. എബോ ആവറേജ് റിപ്പോർട്ടുകളാണ് ഈ ചിത്രത്തിന് ലഭിക്കുന്നതും. കാക്കിയിട്ടന്മാരെല്ലാം ചിലപ്പോഴെല്ലാം വായിൽ ഒരു കവിൾ വെള്ളം കൊണ്ട് നിൽക്കുന്നതാണ് അവരുടെ കരിയറിന് നല്ലതെന്ന് വിശ്വസിക്കുന്ന സർക്കിൾ ഇൻസ്പെക്ടറും വായിൽ വരുന്നതെല്ലാം ഉറക്കെ വിളിച്ചു പറയുന്നൊരു ചൂടനായ സബ് ഇൻസ്പെക്ടറും ഉള്ളൊരു പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ ഒരു കൊലപാതകം നടക്കുകയാണ്. ഒരു തുമ്പും ശേഷിച്ചിട്ടില്ലാത്തൊരു ക്ലീൻ മർഡർ. ഈ കൊലപാതകത്തിന് പിന്നിലുള്ള പ്രതിയെ തേടി തങ്ങളുടെ ഈഗോ മാറ്റിവെച്ച് പോലീസ് ഫോഴ്സിലെ ഈ 2 സമർത്ഥരായ ഉദ്യോഗസ്ഥർ ഇറങ്ങുന്ന കഥ പറഞ്ഞ പടമാണ് തലവൻ. ചിത്രത്തിന് പോസിറ്റീവും നെഗറ്റീവും ഒക്കെയുണ്ട്. പക്ഷേ എന്നാലും ചിത്രത്തിന്റെ കുറ്റാന്വേഷണ രീതി ഗംഭീരമായിരിക്കുന്നു എന്ന് പ്രേക്ഷകർ ഒരേ സ്വരത്തിൽ പറയുകയാണ്. പ്രതിയെന്ന് സംശയം തോന്നുന്ന 2-3 പേരെ കാണികളുടെ മുന്നിലേക്ക് ഇട്ടുതന്ന് അവരെ ഒന്ന് കൺഫ്യൂഷൻ ആക്കിയ ശേഷം ഒടുവിൽ അവരുടെ മുന്നിലേക്ക് യഥാർത്ഥ പ്രതിയെ കൊണ്ടുനിർത്തുന്ന ക്രൈം ത്രില്ലർ സിനിമയുടെ സ്ഥിരം പാറ്റേൺ തന്നെയാണ് ഇതിലും പിന്തുടരുന്നത് എങ്കിലും പ്രതിയിലേക്ക് വഴി തുറക്കുന്ന നിർണായക തെളിവുകളുടെ കരുത്തും വിശ്വസനീയതയും സിനിമയെ ആകർഷണീയം ആക്കുന്നുണ്ട്. പ്രതിയെ ഒരു തരത്തിലും പ്രേക്ഷകർക്ക് പിടിയിട്ടാത്ത രീതിയിൽ ഒരുക്കിയ തിരക്കഥയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ചോരത്തിളപ്പും വാശിയുമെല്ലാമുള്ള ചൂടൻ ഓഫീസറായി ആസിഫ് അലിന്റെയും ഈഗോയും തണ്ടുമുള്ള കൗശലക്കാരനായ സീനിയർ ഓഫീസറായി ബിജു മേനോന്റെയും മികച്ച പ്രകടനം ഗംഭീര പോസിറ്റീവാണ് ഈ ചിത്രത്തിലേത്. കൂടാതെ ചിത്രത്തിലെ രണ്ടാം പകുതിയിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഗംഭീരമായിരിക്കുന്നു എന്നതും ചിത്രത്തിന്റെ പോസിറ്റീവുകളിൽ ഒന്നായി മാറുന്നു. ഒരു ഗംഭീര കുറ്റാന്വേഷണ സിനിമ ജിസ് ജോയിൽ നിന്നും പിറന്നത് അതിശയിപ്പിക്കുകയാണ്. ഫീൽ ഗുഡ് സിനിമകൾ മാത്രം തരുന്ന ജിസ് ജോയി പാറ്റേൺ മാറ്റിയപ്പോഴും ഗംഭീര സിനിമ തന്നിരിക്കുന്നു എന്നതാണ് ഒരു ഗംഭീര സിനിമയായി മാറുന്നതും. മികച്ചൊരു തിയേറ്റർ അനുഭവം ഈ ചിത്രം നൽകുന്നുണ്ട്. എന്തായാലും തിയേറ്ററിൽ കാണേണ്ട സിനിമ തന്നെയാണ്. മറ്റൊരിടത്ത് മന്ദാകിനി എന്നൊരു ചിത്രം ഇറങ്ങി. മിഡിൽ ക്ലാസ് കല്യാണ പരിപാടികൾ നടത്തിയിട്ടുള്ളവർക്കും കൂടിയിട്ടുള്ളവർക്കും വൻ റിലേറ്റബിൾ ആണ് ഈ പടം. അറേഞ്ച്ഡ് കല്യാണത്തിന്റെ ചില കുഴപ്പങ്ങളും അനുബന്ധ സംഭവങ്ങളും പ്രശ്നങ്ങളും എല്ലാം കൂടിയായി പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഷോയ്ക്ക് ആള് കുറവായിരുന്നു എങ്കിലും കുറച്ചുപേർ ഫാമിലിയായി വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫാമിലിയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഈ ചിത്രത്തിന് സാധിക്കും എന്ന് തന്നെ കരുതുന്നു. അൽത്താഫിന്റെ ഹ്യൂമർ ടൈമിംഗ് ശരിക്കും ഔട്ട് ആൻഡ് ഔട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ഇതിൽ. പക്ഷേ പടം ഷോൾഡർ ചെയ്യുന്നത് അൽത്താഫ് മാത്രമല്ല, ഇതിലൊരു നായകനോ നായികയോ എന്നതിലുപരി കഥാപാത്രങ്ങൾക്കെല്ലാം നല്ല സ്പേസ് ഉണ്ട്. എല്ലാ ക്യാരക്ടേഴ്സും വെറുതെ എഴുതി അങ്ങ് വെച്ചിട്ടുള്ളതല്ല. എല്ലാവർക്കും അവരുടേതായ ഇമ്പോർട്ടൻസ് സ്പേസ് തന്നെയുണ്ട്. അനാർക്കലി ഒരു സ്റ്റാർ ആണ് ശരിക്കും. സുലേഖ മൻസിലിന്റെ ക്യാരക്ടേഴ്സിന്റെ ഓപ്പോസിറ്റ് പരിപാടിയാണ് എങ്കിലും സേഫായി ഓവറാക്കാതെ പിടിച്ചിട്ടുണ്ട്. ഒരു പ്രോപ്പർ എന്റർടൈനർ ആണ് മന്ദാകിനി. ക്ലൈമാക്സിൽ പടത്തിന്റെ സ്റ്റിയറിംഗ് വീൽ ഫുള്ളും ഇതിൽ സ്ത്രീ കഥാപാത്രങ്ങളുടെ കയ്യിലാണ്. അതൊരു ഗംഭീര നിമിഷമായിരുന്നു. കൂടാതെ ഇത് എടുത്തു പറയാൻ കാരണം കഴിഞ്ഞ ദിവസം സ്ത്രീ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞ ഒരു സംവിധായകയുടെ കമന്റ് ഓർത്തുപോയിട്ടാണെന്നും പ്രേക്ഷകർ പറയുകയാണ്. അങ്ങനെ ഇന്നിറങ്ങിയ 2 ചിത്രങ്ങളും ഒരു ഗംഭീര അഭിപ്രായം നേടുകയാണ്. പോസിറ്റീവ് റിപ്പോർട്ട് തന്നെയാണ് ഈ 2 ചിത്രങ്ങൾക്കും ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടർബോ എന്ന മമ്മൂട്ടി ചിത്രത്തിന് ഗംഭീരമായൊരു കോമ്പറ്റീഷൻ ഈ 2 സിനിമകളും നൽകും.